ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഷപ്പ് 2 ദിവസം മുൻപ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് സായി കുറച്ച് ഓൺലൈൻ മീഡിയസിനെ കണ്ടപ്പോൾ ഒരു ബൈറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ബിഷപ്പിനെ ചാട്ടവാറ് കൊണ്ട് അടിക്കണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് പുള്ളി സീരിയസ് ആയിട്ട് പറഞ്ഞതൊന്നുമല്ല, ജസ്റ്റ് ആ ഒരു ടോക്ക് വന്നപ്പോൾ പറഞ്ഞതാണ്. അതിനെ സീരിയസ് ആക്കി എടുത്തുകൊണ്ട് ഫാദർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതിയിൽ പറയുകയാണ്, ഞങ്ങൾ ഈ വോയിസ് ഒക്കെ എടുത്ത് പുറത്തിടുക. ഞാൻ അവരോടായിട്ടാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നിൽക്കുന്ന ഒരു വിഭാഗം യൂട്യൂബേഴ്സ് എന്ന് പറയുകയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വോയിസുകൾ റെക്കോർഡ് ചെയ്ത് വിടുമ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന പല കാര്യങ്ങൾ ഞാൻ പബ്ലിക്കിനോട് വന്ന് കൃത്യമായിട്ട് പറയും. അതും തെളിവുകളോടുകൂടി തന്നെ. ഈ അച്ഛൻ ഫസ്റ്റ് തന്നെ ഈ ഓൺലൈൻ മീഡിയാസിന് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് തന്നെ നിർത്തണം. കാരണം പുള്ളി ഒരു പുരോഹിതനല്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ബഹുമാനവും ഒരിതും പുള്ളിയോടുണ്ട്. പക്ഷെ പുള്ളി ഇങ്ങനെ ഓൺലൈൻ മീഡിയാസിന് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ നമുക്കുള്ള ബഹുമാനം കൂടി പോവുകയാണ്. ഇപ്പോൾ കിച്ചുവിനോടോ രേണുവിനോടോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരോട് നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുക. അല്ലാണ്ട് ഇങ്ങനെ കുറച്ച് മീഡിയാസിനെ വിളിച്ചു കൂട്ടിയിട്ട് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതീർക്കം ഉണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണത്. ഈ ഇൻ്റർവ്യൂസ് കൊടുക്കുന്തോറും പിന്നെയും ആൾക്കാർ ഈ വിഷയം എടുത്ത് വെച്ച് ചർച്ച ചെയ്യുവാണ്. ചർച്ച ചെയ്യുമ്പോഴത്തേക്കും അവിടെ വിമർശനങ്ങളും വരും. അതുപോലെ തന്നെ പോസിറ്റീവ്സും വരും, നെഗറ്റീവ്സും വരും. കൂടുതൽ വിമർശനങ്ങളാണ്. അങ്ങനെ വിമർശനങ്ങൾ കേൾക്കണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛന് ഇൻ്റർവ്യൂ കൊടുക്കാതിരിക്കുക. പുള്ളി അതല്ലല്ലോ ചെയ്യുന്നത്. അച്ഛനതൊക്കെ അവോയ്ഡ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഓൺലൈൻ മീഡിയാസും വിളിച്ചാലും എനിക്കിങ്ങനെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല, ഞാൻ അവരോട് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചോളാം എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ അച്ഛൻ ആദ്യം രേണുവിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അതിനുശേഷം രേണുവിന് അസുഖമാണെന്നറിഞ്ഞപ്പോൾ അച്ഛൻ രേണുവിൻ്റെ വീട്ടിൽ പോയി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. അത് നല്ലൊരു കാര്യമാണ്. പുള്ളിക്ക് വേണമെന്നുണ്ടെങ്കിൽ പുള്ളിനെ ഒരുപാട് രേണു അപമാനിച്ചിട്ടുണ്ട് ഓൺലൈൻ മീഡിയാസൊക്കെ വഴിയിട്ട്. അപ്പോൾ ആ ഒരു കാരണം പറഞ്ഞിട്ട് അച്ഛന് പോവാണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പുള്ളി പോയി പ്രാർത്ഥിച്ചു. അതൊക്കെ നല്ലൊരു കാര്യമാണ്. ഈ അച്ഛൻ ആദ്യം രേണുവിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അതിനുശേഷം രേണുവിന് അസുഖമാണെന്നറിഞ്ഞപ്പോൾ അച്ഛൻ രേണുവിൻ്റെ വീട്ടിൽ പോയി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. അത് നല്ലൊരു കാര്യമാണ്. പുള്ളിക്ക് വേണമെന്നുണ്ടെങ്കിൽ പുള്ളിനെ ഒരുപാട് രേണു അപമാനിച്ചിട്ടുണ്ട് ഓൺലൈൻ മീഡിയാസൊക്കെ വഴിയിട്ട്. അപ്പോൾ ആ ഒരു കാരണം പറഞ്ഞിട്ട് അച്ഛന് പോവാണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പുള്ളി പോയി പ്രാർത്ഥിച്ചു. അതൊക്കെ നല്ലൊരു കാര്യമാണ്. പക്ഷേ കിച്ചുവിനെ ഇങ്ങനെ പറയേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. രേണുവിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യാമായിരുന്നു. കിച്ചുവിനെ പറ്റി ഒരു കാര്യമില്ലാതെയാണ് പുള്ളി സ്റ്റേറ്റ്മെൻറ്റ്സ് വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു കാര്യമില്ലാതെ. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കിച്ചുവിനെ പറ്റി ബിഷപ്പ് പറയുമ്പോൾ ബിഷപ്പിൻ്റെ സബ്ജക്റ്റിലേ വരേണ്ട ഒരാളല്ല കിച്ചു ശരിക്കും പറഞ്ഞാൽ. കാരണം രേണുസുധിയെ പറ്റി ചോദിക്കുമ്പോൾ രേണുസുധിയെ പറ്റി പറഞ്ഞാൽ പോരെ. അല്ലെങ്കിൽ രേണുസുധിയും കിച്ചുവും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ടതല്ല. അതിനിടയിൽ ബിഷപ്പ് ഇങ്ങനെ അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ടിട്ടാണ് ഈ അല്ലാതെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഓരോരുത്തർ പറയുന്നത്. ഇപ്പോൾ സായി പറഞ്ഞ തന്നെ പുള്ളി ഉദ്ദേശിച്ചത് അച്ഛൻ ചെയ്യുന്ന കാര്യം ശരിയല്ല. അതാണ് പുള്ളി ചുരുക്കത്തിൽ അങ്ങനെ പറഞ്ഞത് കൊണ്ടുള്ള ഒരു എന്താ പറയുക, അതിനുള്ളിലെ കാര്യം എന്ന് വെച്ചാൽ അതാണ്. അല്ലാണ്ട് പുള്ളി വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഇപ്പോൾ ചാട്ടവാറ കൊണ്ട് അടിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണോ? അല്ല, പുള്ളി പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ, അങ്ങനെ ചെയ്യേണ്ടി വരൂ എന്നാണ്. അത് എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമെന്നല്ല. സീക്രട്ട് ഏജന്റ് സായിയുടെ അടുത്തേക്ക് ചോദിച്ചപ്പോഴാണല്ലോ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞ് എന്റെ മുഖം അടിച്ച് പൊളിക്കണമെന്ന് പറഞ്ഞത്. എന്തെങ്കിലും ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് വന്ന് ചോദിച്ചാൽ ഇപ്പൊ നിങ്ങളോട് പറയാണ്, ഒരിക്കലും അദ്ദേഹത്തോട് എനിക്കൊരു പകയല്ല, ദേഷ്യമല്ല. അദ്ദേഹം ഇനി അഥവാ അടിക്കാൻ വരുന്നുണ്ടെങ്കിൽ എന്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ്. ഞാൻ ലൊക്കേഷൻ അയച്ചുതരാൻ, നേരിട്ട് വന്ന് എന്റെ മുഖം അടിച്ചു പൊളിച്ചോളൂ. പുതിയ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇതിലും പുള്ളി പറയുന്നത് ഇത് തന്നെയാണ്. എന്താണ്, ഞാൻ കിച്ചുവിനെതിരെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തിടും. കിച്ചുവിനെ പറ്റി എതിരെയുള്ള കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെയാണ് ഇങ്ങനെയാണ്. കിച്ചുവിനെ പറ്റി നെഗറ്റീവ്സ് തന്നെയാണ് പുള്ളി ഈ വീഡിയോയിലും പറയുന്നത്. അപ്പം പിന്നെ എങ്ങനെയാണ് ആൾക്കാർ പറയാതിരിക്കുന്നത്? അച്ഛനിപ്പോൾ നല്ലൊരു മനസ്സുണ്ട്. കാരണം രേണുസുധിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ അവരുടെ കൂടെ നിൽക്കണം. അവരുടെ അസുഖം മാറാൻ വേണ്ടി അവരുടെ കുടുംബത്തോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കണം. പണ്ടത്തെ ശത്രുതയൊക്കെ മറന്ന് അച്ഛൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു. അപ്പോൾ അച്ഛന് നല്ലൊരു മനസ്സുള്ളതുകൊണ്ടാണത്. പക്ഷേ ഈ കിച്ചുവിനെ പറ്റി നെഗറ്റീവ്സ് പറഞ്ഞപ്പോഴേ അച്ഛൻ്റെ ആ ഒരു മറ്റുള്ളവരുടെ മനസ്സിലുള്ള ആ ഒരു സ്ഥാനം പോയി. മനസ്സിലായില്ലേ?
നിന്നെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറയും. കൂടുതൽ കളിക്കാനൊന്നും നിൽക്കണ്ട. നിന്നെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറയും. ഇപ്പം എനിക്കും ചില കാര്യങ്ങൾ അറിയാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പം അറിയാമെങ്കിൽ തന്നെ ഇപ്പം അത് പറയേണ്ട ഒരു സിറ്റുവേഷൻ അല്ലല്ലോ. ഇപ്പോൾ രേണുവിന് അസുഖമാണ്, അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുൻപോട്ട് കൊണ്ട് അവിടെ കിച്ചുവിനെ പിടിച്ചിടേണ്ട ആവശ്യം എന്തായിരുന്നു? അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു പുള്ളിയുടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുൻപോട്ട് പോകുന്നൊരു കുട്ടിയാണ്. അപ്പോൾ രേണു വഴി തന്നെയാണ് ബിഷപ്പിനെ എല്ലാവരും അറിഞ്ഞത്. അപ്പോൾ പുള്ളി പോസിറ്റീവായിട്ട് ഇൻ്റർവ്യൂ കൊടുത്താലും നെഗറ്റീവായിട്ട് ഇൻ്റർവ്യൂ കൊടുത്താലും അത് രേണുവിനെ കൂടി ബാധിക്കുന്നൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ രേണുവും അവിടെ ചർച്ചാ വിഷയമാവുകയാണ്. എന്തിനാണ് അവർ അസുഖമായിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ അവരെ ഇങ്ങനെ വലിച്ചഴക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് രേണുവിന് ഫസ്റ്റ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ രേണുവിനെ പറ്റിയുള്ള വീഡിയോസ് ഒന്നും ചെയ്യുന്നത് ഒഴിവാക്കിയതായിരുന്നു. പിന്നെ ഒരു വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബില്ലിൻ്റെ ഇഷ്യൂ വന്നപ്പോഴാണ്. അതും നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ ബില്ലിൻ്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ട് സംസാരിച്ചു, അതൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരൊറ്റ വീഡിയോ രേണുവിനെ പറ്റി ചെയ്തിട്ടില്ല. പിന്നെയും ആൾക്കാർ ഓൺലൈൻ മീഡിയാസൊക്കെ എടുത്ത് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ഒരു കാരണം തന്നെ ഈ ബിഷപ്പിന് ഇൻ്റർവ്യൂസ് വന്നതുകൊണ്ടാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഈ 2-3 ദിവസം മുന്നേ വന്ന ഇൻ്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാതെ ഒരു ചാനലിൽ പോയിട്ട് കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണ്. അത് ശരിക്കും അവരെ നേരിട്ട് വിളിച്ച് പറയേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അതിങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ തന്നെ അത് സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞാൽ അവിടെ വിമർശനങ്ങളും എന്താ പറയുക, പോസിറ്റീവ്സും നെഗറ്റീവ്സും വരും. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.